നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന പോലെയുള്ള ഒരു ചെറിയ കവലയാണിത്. ഇതൊരു ചായക്കടയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ രാവിലെ വന്നിരുന്ന് പണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് വന്നിരുന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്നാണ് എല്ലാവരും പണിക്കൊക്കെ പോകുന്നത്. അടയ്ക്ക പറിക്കാനായിട്ട്. കരിമ്പ് കൃഷിയോട് ആൾക്കാർ മൊത്തത്തിൽ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നതായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചായക്കടയാണ്. ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് കുടിച്ചിട്ട് വന്നു പോകുന്നത്. ഇവിടെ എന്താ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു. മഡ് ദിവസോ? ചായ പറഞ്ഞോ? രാവിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. അവിടെ രാവിലെ കാപ്പി കുടിക്കാനായിട്ട് വന്നതാണ്. നല്ല അടിപൊളി ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്. ചമ്മന്തി, തക്കാളി ചമ്മന്തി, വേറെ എന്തൊക്കെ ചമ്മന്തികളൊക്കെ ഉണ്ട്. അടിപൊളി ദോശയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള അടിപൊളി ദോശ. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് ജോസേട്ടൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ജോസേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ജോസേട്ടൻ്റെ ഇവിടെ കൃഷിസ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ സ്ഥലത്ത് കരിമ്പ് കൃഷി, കമുക്, തെങ്ങ്, കാപ്പി, അങ്ങനെ കുറേ കൃഷികൾ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നമുക്ക് ജോസേട്ടൻ്റെ കൃഷിസ്ഥലത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ മറയൂർ വന്നായിരുന്നു. മറയൂർ വൈകിട്ട് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മുടെ പാലക്കാരനായിട്ടുള്ള ജോസേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ജോസേട്ടൻ ഇവിടെ ജോസേട്ടൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട്, അല്ലേ ജോസേട്ടൻ? അച്ഛൻ്റെ കാലം തൊട്ട് ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10-60 വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ മറയൂർ താമസിക്കുന്ന ഒരാളാണ് ജോസേട്ടൻ. പക്ഷേ ജോസേട്ടൻ ഇപ്പോൾ പറയുന്നത് ഇവിടുത്തെ കൃഷി, കരിമ്പ് കൃഷി. ജോസേട്ടൻ നേരത്തെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു, ശർക്കര ഉണ്ടാക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കൃഷികൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ജോസേട്ടൻ ഇപ്പോൾ പറയുന്നത് കൃഷിയൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവിടെ മുഴുവൻ നെല്ലായിരുന്നു. മറയൂര് ഈ സ്ഥലം മുഴുവൻ ഊരുകാരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരുന്ന ഒരു ആൾക്കാരുടെ കയ്യിലിരുന്ന സ്ഥലമാണ്. അത് ബാക്കി ഞങ്ങളെ പോലെയുള്ളവരും ബാക്കി തമിഴ്നാട്ടിലും കയറി ഇവിടെയുള്ളവരെല്ലാം വാങ്ങിയായിരുന്നു. അവരുടെ കൃഷി ആദ്യമേ ഇവിടെ നെല്ലായിരുന്നു. നെൽകൃഷി വന്ന് വെള്ളം ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴത്തെ നെല്ല് മാറി കരിമ്പിലോട്ടായി. കരിമ്പ് കൃഷി ചെയ്തും നല്ല വരുമാനമായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അന്ന് മറയൂർ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര ഒരു വിപണി ഉണ്ടായിരുന്ന ശർക്കരയാണ്. അതുകൂടെ ഒന്നാമത്തെ കാര്യം ഇവിടെ കൃഷി ചെയ്യുന്ന കൃഷിച്ചെലവ് കൂടുന്നു. രണ്ടാമത് പിന്നെ ഇവിടെ എല്ലാവരും തന്നെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കുള്ള ഒരു കൃഷിയാണ്. അതുകൊണ്ട് ഇവിടെ എന്നാ കൃഷി ചെയ്താലും വൻ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റി പിടിച്ചാണ് ഇത് കമുക്. എങ്ങനെ നോക്കി, കമുകും തെങ്ങും ആക്കി ബാക്കി എങ്ങനെ നോക്കി അത് എടുത്തോ, അതും പൊയ്ക്കൊണ്ടിരിക്കും. ഇതേ വെട്ടിക്കളഞ്ഞ കണ്ടില്ല, കമുക് പോകുന്നു, തെങ്ങ് പോകുന്നു, എല്ലാം പൊയ്ക്കൊണ്ടിരിക്കും. കരിമ്പിൻ്റെ കൂടെ അല്ല വേറെ എന്നൊക്കെ കൃഷികളാണ് ഉണ്ടായിരുന്നത്? എനിക്ക് ഏത്തവാഴ കൃഷി ചെയ്തേ എന്തേ നിങ്ങൾ റോബസ്റ്റ ഫോട്ടോ എടുത്തോ, അതിന് വിലയില്ല ഉണ്ടാക്കിയപ്പോൾ. കഴിഞ്ഞ കൊല്ലമാണ് ഏത്തക്കൊല ഇഷ്ടംപടി ഏത്തക്കൊലയ്ക്ക് വില കിട്ടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം എനിക്കാണ് അവാർഡ് കിട്ടിയത്. ഏറ്റവും നല്ല ജൈവ കൃഷിക്കാരൻ്റെ അവാർഡ് എനിക്ക് കിട്ടുക മറയൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല ജൈവ കൃഷി ഉണ്ടായിരുന്നു. എനിക്ക് പോത്ത് കൃഷി ഉണ്ടായിരുന്നു, 10 പോത്തുണ്ടായിരുന്നു. അല്ല ഞാൻ പറഞ്ഞില്ലേ, ലാഭം നഷ്ടം നോക്കി ഇത് ചെയ്യുന്ന കൃഷികളൊന്നുമല്ല. ഇതിപ്പോൾ എല്ലാ കൃഷികളിലും കപ്പയുണ്ട്, എല്ലാ സമ്പൂർണ്ണ കൃഷി ഞാൻ ചെയ്യുന്ന ആളാണ്. മൊത്തത്തിൽ ഇപ്പം ഒരു നമുക്ക് ലാഭം ഉണ്ടാകുന്ന കൃഷി എന്ന് പറയാൻ ഒന്നും ലാഭത്തെ നോക്കി കൃഷി ചെയ്യുന്നില്ല. പിന്നെ 2 കപ്പ ഇട്ടാൽ നല്ല വിഷമില്ലാത്ത കപ്പ നമുക്ക് തിന്നാം, 2 കോവലിട്ടാൽ വിഷമില്ലാത്ത കോവയ്ക്ക തിന്നാം, 2 പയറിട്ടാൽ നമുക്ക് വാഴ ഇട്ടാൽ ഏത്തവാഴ അതിൻ്റെ ചുണ്ട് നമുക്ക് തിന്നാം, വിഷമില്ലാത്ത. നമ്മൾ ചെയ്യുന്ന കൃഷി. പിന്നെ എല്ലാവരും മടിയന്മാരാ. നമുക്ക് തന്നെ സ്വന്തം നോക്കിയാൽ നമുക്ക്
വേണ്ട സാധനം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ രാവിലെ കണ്ടില്ല നനയ്ക്കുന്നതും പെറുക്കുന്നതും അല്ല, അതാണ് അതിൻ്റെ കാര്യം. ഇത് കമുക് മുഴുവൻ പോയിക്കൊണ്ട് ഇത് തെങ്ങ് ഇവിടെ ഫോട്ടോ എടുത്തോടെ തെങ്ങ് മുഴുവൻ വെട്ടി വണ്ടിയെ കയറ്റുന്നത് വന്നപ്പോൾ കണ്ടായിരുന്നു അവിടെ ജോസിയേട്ടൻ്റെ പറഞ്ഞിരിക്കുന്ന തെങ്ങുകളൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വെട്ടിക്കളയുന്നത്? മുഴുവൻ കാറ്റ് ഈ മഞ്ഞളിപ്പായിട്ട് പോവാ, കമുവും പോവാ. കമുവിനകത്ത് ഭയങ്കര ലാഭമായിരുന്നു, മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഇപ്പം ജനവാസം കൂടുകയും ഇവിടുത്തെ കൃഷി മേഖല തകർന്നുകൊണ്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ജോസിയേട്ടൻ എങ്ങനെ ഇവിടെ വന്നത്? മറയൂരിലേക്ക് വന്നത് എങ്ങനെയാണ്? പാലക്കാരനായിട്ടുള്ള ജോസിയേട്ടൻ ശർക്കരയായിട്ട് വന്ന, ശർക്കര കച്ചവടമായിട്ട് വന്ന ജോസിയേട്ടൻ്റെ അച്ഛൻ്റെ ശർക്കരയായിട്ട് വന്നു. പാലായിൽ കൃഷിയൊക്കെ ചെയ്തു. അന്ന് കരിമ്പുണ്ടായിരുന്നു പാലാ ചേർപ്പങ്കൽ ഭാഗത്ത്. ഞാൻ ചേർപ്പങ്കക്കാരനാണ്. ഇപ്പം പാലായിൽ താമസിക്കുകയാണേലും അന്ന് കാരണന്മാർ അവിടെ കൃഷി ചെയ്തു, വിപണി കണ്ടെത്തിയില്ല. അവിടെ അവർ സ്വന്തമായിട്ട് ശർക്കര വിൽക്കാൻ തുടങ്ങി. അവിടെ അല്ല, മറയൂരല്ല, അവർ പാലായിലുണ്ടാക്കിയ ശർക്കര അവർ സ്വന്തമായിട്ട് വിറ്റു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജനുവരി ഏപ്രിൽ മാർച്ച് അവിടെ നമ്മുടെ നാടൻ ശർക്കര ഉണ്ടാവുള്ളൂ. അപ്പോൾ ശർക്കര 365 ദിവസം വേണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മറയൂർ കരിമ്പുണ്ട്, ശർക്കരയുണ്ട്. അങ്ങനെ ഇവിടെ വന്നെത്തിയതാണ്. അങ്ങനെ വന്ന് ഇവിടെ സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാൻ സ്ഥലം കച്ചവടമാണ് മെയിൻ വന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു പുതിയ കൃഷി തുടങ്ങിയതാണ്. 1000 റോബസ്റ്റ വാഴ വെച്ചു. ഇത് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച വിത്താണ്. ഒരു വിത്ത് 20 രൂപ കൊടുത്തു. കൃഷി ചെയ്തു, ആൾക്കാരെ കൊണ്ട് വളം വെച്ചു, നല്ല രീതിയിലെല്ലാം കുലച്ചു. വിപണി വന്നപ്പോൾ വിൽക്കാൻ പറ്റുന്നില്ല, മാർക്കറ്റില്ല. ഇതിന് 1 കിലോയ്ക്ക് 10 രൂപ. 10 രൂപയാണെങ്കിലും കൊണ്ടുപോകാൻ ആളില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ നമ്മളെങ്ങനെ കൃഷി ചെയ്യും? പൈസകൾ മുടക്കി ആൾക്കാരെ വെച്ച് ഇതെല്ലാം മുട്ട കൊടുത്ത് പരിപാലിച്ച് കൊണ്ടുവന്ന് വിളവ് വന്നപ്പം വിലയില്ല. പിന്നെ എങ്ങനെ കൃഷി മുന്നോട്ട് പോകും? സർക്കാരിൻ്റെ ഒരു സബ്സിഡിയിൽ ഒരു കാര്യങ്ങളില്ല. പിന്നെ സമാധാനമുണ്ട്, 10 പണിക്കാർക്ക് പണി കൊടുക്കുന്നുണ്ട്, അത് സമാധാനം. ജോസിയേട്ടൻ്റെ തോട്ടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിലൂടെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ വന്യമൃഗങ്ങൾ വരുന്നതാണെന്നാണ് ജോസിയേട്ടൻ പറഞ്ഞത്. ചിലപ്പോൾ കാട്ടുപോത്ത മാനൊക്കെ ഇവിടെ വരാറുണ്ട്. ഇതിലൂടെ ഈ റോഡിൽ കൂടെ നടന്നു പോകുന്നതൊക്കെ ചിലപ്പോൾ രാവിലെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ജോസിയേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയായിരുന്നു, ഒന്നും കണ്ടില്ല. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് വൈകുന്നേരം രാത്രി കണ്ടായിരുന്നു. പക്ഷേ അന്നേരം വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. ഇതിലൂടെ ഇപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. മൃഗങ്ങളൊന്നും അതിനകത്ത് കടന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഈ കരിമ്പ് തോട്ടം ജോസിയേട്ടൻ്റെ സ്ഥലമാണ്. ജോസിയേട്ടൻ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്, കരിമ്പ് കൃഷി നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷിയെല്ലാം മൊത്തത്തിൽ നഷ്ടത്തിലായതുകൊണ്ട് കൃഷിയെല്ലാം ഉപേക്ഷിച്ച് പുതിയ മേഖലയിലേക്ക് കടക്കാനുള്ള പരിപാടിയിലാണ് ജോസിയേട്ടൻ. തെങ്ങൊക്കെ വെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഈ തെങ്ങെല്ലാം ഇവിടുന്ന് വെട്ടി തടി കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ജോസിയേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മളിനി മറയൂരിനോട് ഇവിടെ പറയുകയാണ്. മറയൂരിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പം മൂന്നാറിനാണ് പോകാൻ പോകുന്നത്. മൂന്നാർ ചെന്ന് അവിടുത്തെ ടൗണിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടുന്ന് ഗ്യാപ്പ് റോഡ് വഴി ആനയിറങ്കൽ ഡാമൊക്കെ കണ്ട് അതുവഴി നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലമാണിത്. ഇവിടെയാണ് താമസിച്ചത്. ജോസിയേട്ടൻ്റെ മുറിയാണ്. ഡെന്നിച്ചൻ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടുന്ന് പോകാറായി. ബാഗുകളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ മൂന്നാറിന് പോവാണ്. സാറേ എല്ലാം സെറ്റല്ലേ? പോറായില്ലേ? റെഡിയല്ലേ? പോവാം. ഒതുക്കി വെക്കണം. 2 ബാഗ് ഇവിടെ വെക്കാനുണ്ട്. സാറിൻ്റെ ബാഗ് ഇവിടെയാണോ വെക്കുന്നത്? അതോ 2 ബാഗോ 3 ബാഗോ? എല്ലാം സെറ്റല്ലേ? ഒന്നും നമ്മൾ പുറകെ വെച്ചിട്ടില്ല. ചാർജർ, മൊബൈല്, ഇപ്പം എല്ലാം സെറ്റല്ലേ? പോവല്ലേ? അപ്പോൾ നമ്മൾ മറയൂരെ കാഴ്ചകളൊക്കെ കണ്ടു. രാവിലെ ഇതാ ഇവിടുന്ന് എല്ലാ സാധനവും പാക്ക് ചെയ്തു. ഇപ്പം ഇനി നമ്മൾ നേരെ മൂന്നാറിന് പോകാൻ പോവുകയാണ്. മൂന്നാറിൽ നിന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി നേരെ അടിമാലി, അത് കഴിഞ്ഞ് വീട്ടിലേക്ക്.
അപ്പോൾ എന്തായാലും നമ്മൾ മറയൂരിൽ നിന്ന് തിരിച്ച് മൂന്നാറിന് പോവുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയെ കയറ്റി. അപ്പോൾ ജോസേരനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ജോസേരനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ ജോസേട്ടാ ഞങ്ങൾ പോകട്ടെ. അപ്പോൾ വളരെ ഉപകാരം. ഇന്നലത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ചപ്പാത്തി ബീഫ് കറി തിരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റുകളെ കൊണ്ട് കാന്തല്ലൂർക്ക് പോകുന്ന ജീപ്പാണ് അത്. ഇവിടുന്ന് ഈ വഴിക്ക് നേരെ പോയാൽ ഇവിടുന്ന് കാന്തല്ലൂരിനുള്ള ഷോർട്ട് കട്ടാണ് ഇത്. ഇവിടുന്ന് നേരെ പോയാൽ ആ ജീപ്പുകളൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് കാന്തല്ലൂർ കാണാൻ പോകുന്നതാണ്. ഇവിടെ ഒന്നും കയറിയല്ലേ അവര്. പക്ഷേ ഈ പ്രകൃതി ഭംഗി ഇവിടുത്തെ വായു ഇതൊന്നും മനുഷ്യനെ അറിയത്തില്ല. ഏറ്റവും നല്ല വായു അതാണ് ഏറ്റവും രോഗം കുറവ്. ഈ വനങ്ങൾ മരുന്നുകളല്ലേ, അതുകൊണ്ട് ഇവിടെ ജീവിതം സുഖമാണ്. പക്ഷേ എല്ലാവർക്കും അല്ല. ടൗണിൽ ജീവിക്കുന്നവർക്ക് ടൗൺ ഇത്. എനിക്ക് പാലായാണ് ഇവിടെ എൻ്റെ ജീവിതം. ഈ പണ്ട് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ വന്ന ഓട്ടോമാറ്റിക് എനർജി അവിടെ പോസിറ്റീവാ, അല്ല അവിടെ നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് എനർജി, അവിടെ നെഗറ്റീവ്. അല്ല അവിടെ ഞാൻ ചുമ്മാ ഇരിക്കുമല്ലോ, വന്ന് ടി വി ഒക്കെ കണ്ട് ഒരു അതാണ് ശുദ്ധവായു. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ചേട്ടാ. അയ്യോ എപ്പോഴേ അത് വരെ പോകണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മറയൂരിനോട് യാത്ര പറഞ്ഞ് നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. കാട്ടുകോഴി അല്ലല്ലോ, നാടൻ കോഴി. ഈ പാലത്തിന് അപ്പുറം കാണുന്ന ചന്ദനക്കാടാണ് കേട്ടോ. അവിടെ എല്ലാം റിസർവ് ഫോറസ്റ്റ് ആണ്. നമുക്ക് അവിടെ കയറി വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇവിടെയൊക്കെ മൃഗങ്ങളെ കാണുന്നതാണെന്നാണ് ജോസേട്ടൻ പറഞ്ഞത്. നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇവിടെ മൃഗങ്ങളുണ്ടായിരുന്നു. കുറേ മാനുകളും കാട്ടുപോത്തും ഒക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയാലായിരുന്നു അന്നേരം. ഇതിനകത്ത് ചില സമയത്ത് ഇവിടെയൊക്കെ കാട്ടുപോത്ത് വന്ന് ഇറങ്ങുന്നതാണെന്നാണ് ജോസേട്ടൻ പറഞ്ഞത്. ഈ സൈഡിൽ കൂടെ എല്ലാം ഇറങ്ങി നേരെ ചിലപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ആ വീടിൻ്റെ മുന്നിൽ കൂടി ആ റോഡ് കണ്ടില്ല, അതിലൂടെയൊക്കെ കാട്ടുപോത്ത് വരുന്നതാണെന്നാണ് ജോസേട്ടൻ പറഞ്ഞത്. മാനുകൾ കാണാം, മലയെണ്ണാനുണ്ട്, അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ജീപ്പുകളെല്ലാം കാന്തല്ലൂർക്ക് പോകുന്നതാണ് കേട്ടോ. ഇത് കാന്തല്ലൂർക്കുള്ള ഷോർട്ട് കട്ടാണ്. മറയൂർ റൂട്ടിൽ നിന്ന് താഴെ വലത്തോട്ട് തിരിഞ്ഞുള്ള ആ വഴിയാണിത്. ഈ നിൽക്കുന്ന മൊത്തം ചന്ദന മരങ്ങളാണെന്നാണ് ഈ നമ്പർ ഇട്ടിരിക്കുന്ന എല്ലാം വേണ്ട. ഈ സൈഡിൽ കൂടെയൊക്കെ ഉള്ള മരങ്ങൾക്കൊക്കെ നമ്പർ ഇട്ടിരിക്കുന്നുണ്ട്. ഈ നമ്പർ ഇട്ടിരിക്കുന്ന മരങ്ങളൊക്കെ ചന്ദന മരങ്ങളാണ്. ഇതിനെല്ലാത്തിനും എണ്ണം ഉള്ളതാണ്. പിന്നെ ഇടയ്ക്ക് അല്ലാത്ത മരങ്ങളും നിൽപ്പുണ്ട്. വേങ്ങയോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ജോസേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിലെ വണ്ടിയെ പോകുന്ന സമയത്തൊന്നും ഇവിടെ ഇറങ്ങരുത്, വണ്ടി സ്ലോ ചെയ്ത് നിർത്തരുത് എന്നൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ചന്ദനക്കാടുകൾക്കുള്ളിലൂടെയുള്ളൊരു യാത്ര. ചീവീട് കയറുന്ന സൗണ്ട് കേട്ടോ. കാട്ടുകോഴിയുണ്ട്, ഇഷ്ടംപോലെ കാണാം. അപ്പോൾ നമ്മൾ മറയൂരുന്നത് നേരെ മൂന്നാറിനുള്ള വഴി കൂടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാർ വന്നിട്ട് നമ്മൾ വെറുതെ കുണ്ടൽ ഡാമും മാട്ടുപെട്ടി ഡാമും അവിടെയൊക്കെ പോയി സ്ഥിരം കാഴ്ചകൾ മാത്രം കാണാതെ എപ്പോഴും മറയൂർ വരെയുള്ളൊരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രണ്ട് സൈഡും അങ്ങോട്ട് പോകുമ്പോഴും അതെ തിരിച്ചു വരുമ്പോഴും അതെ ആ രണ്ട് സൈഡിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ടൈപ്പ് അനുഭവമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം അത് നമുക്ക് പറഞ്ഞു തന്നാലും മനസ്സിലാവത്തില്ല, ക്യാമറയിൽ കണ്ടാലും നിങ്ങൾക്കത് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതിലൂടെ വരണം. ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും അടുത്ത തവണ മൂന്നാർ വരുന്ന സമയത്ത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും മൂന്നാറിൽ നിന്ന് മറയൂർ വരെ ഒരു ഡ്രൈവ് പോവുക. മറയൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാന്തല്ലൂർ വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ കാന്തല്ലൂർ ഈ പറഞ്ഞ പോലെ വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. കൃഷിത്തോട്ടങ്ങളും ഒന്ന് രണ്ട് ഫാം ഹൗസുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാതെ നമുക്കങ്ങനെ വലിയ കാഴ്ചകൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. മറയൂർ എന്നാൽ മുനിയറയുണ്ട് മറയൂർ. അത് ഒരു കാണാൻ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ മറയൂരിൽ നിന്ന് അവിടെ മുനിയറയെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും മൂന്നാറിൽ തന്നെ നമുക്ക് തിരിച്ച് പോരാം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഇവിടെ വന്ന് ഒരു 1.25 മണിക്കൂറുണ്ട് മറയൂരിൽ നിന്ന് മൂന്നാർ ചെല്ലണമെങ്കിലും മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും. അപ്പോൾ അത് വന്ന് ഒരു 1 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ലക്കം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട്. വെള്ളച്ചാട്ടം മഴക്കാലത്തായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാവുക. ഇപ്പം വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒന്ന് കയറുന്നുണ്ട്. അതില്ലെങ്കിൽ നമ്മളവിടെ നേരെ മൂന്നാറിന് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ലക്കം വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം രാവിലെ തന്നെ നല്ല ക്രൗഡാണ്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ എന്തായാലും പാസ് എടുത്തിട്ടേ അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. 50 രൂപയാണെന്നാണ് തോന്നുന്നത് പാസ്. എന്തായാലും നമുക്കത് പോയി നോക്കാം. ലക്കം വാട്ടർഫാൾസ് ഇതിലൂടെയാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ഇവിടെ പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട്. എത്രയാണോ? വേണ്ട, 50 രൂപയാണോ വാട്ടർ പാസ്? പാസ് ചോദിക്കുന്നുണ്ടോ? വണ്ടി എടുത്താ ചേട്ടാ പാസ്. പാസ് അവിടെ കാണിച്ച് അവരത് എടുത്തൊന്ന് കീറി തരും. അത് കഴിഞ്ഞിട്ടാണ് അതുമായിട്ടാണ് മുകളിലോട്ട് കയറി പോകാനായിട്ട്. ചത്ത മൂന്നാറോ? ഇതെന്താ മൂന്നാറോ? ചാത്തം മൂന്നാറോ? ഇതെങ്ങനെയാണോ വായിക്കുന്നത്? ചാത്തം മൂന്നാറാണോ ചത്ത മൂന്നാറാണോ? സംഭവം അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും പൂക്കളും ചെടികളും ഒക്കെ വെച്ച് നന്നായിട്ട് ടൈലൊക്കെ വിരിച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഉണ്ട്, വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇതിലൂടെയാണ് വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നത്. ആ പാലം വഴിയാണ് ഇതിലാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം വേനൽക്കാലമാണെങ്കിൽ വെള്ളമുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ കുളിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ക്രൗഡാണല്ലോ. ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകും. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാതിരിക്കുന്നതന്നെയാണ് നല്ലത്. കാരണം കല്ലുകൾ കിടക്കുന്നു, മൊത്തം ഉള്ളം കല്ലുകളാണ് കിടക്കുന്നത്. ഭയങ്കര വഴുക്കലുണ്ടാവും. ഇറങ്ങുക വരിക, കരക്കൽ നിന്ന് ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോകും. അല്ല സാറേ? അപ്പോൾ ഇതാണ് ലക്കം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ലക്കം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 7300 അടി ഉയരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇരവികുളത്ത് നിന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഏതൊരു ഭാഗത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 50 രൂപയാണ് ഒരാൾക്ക് ഉള്ള പ്രവേശന ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെള്ളം കണ്ടോ, എന്നെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണെന്ന് നോക്കി. ഇപ്പം വേറെ പൊല്യൂഷനൊന്നുമില്ലല്ലോ ഈ കാട്ടിൽ നിന്ന്. അവിടെ ജനവാസ കേന്ദ്രങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇവിടെ വരുന്നത്. പിന്നെ ഈ തൊട്ട് ഒരുപാട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല. ഒരുപാട് ഉയരത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീണ് പതിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ കല്ലുകളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെള്ളം ഇങ്ങനെ ഒഴുകി കല്ലുകളൊക്കെ വഴുക്കലുള്ള കല്ലുകളായിരിക്കും. അപ്പം കല്ലിൽ കയറി ചവിട്ടിയിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ കാല് തെന്നിപ്പോകാനും രണ്ട് പാറയുടെ ഇടയ്ക്കോട്ട് കാല് പോകാനും അങ്ങനെ കാല് സ്ലിപ്പാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടക്കുക. ലക്കം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരവികുളത്തു നിന്ന് ഉത്ഭവിച്ച് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ ദൂരം ഒഴുകി അവസാനം ഇത് പാമ്പാർ നദിയിൽ പോയി ചേരുവാണ് ചെയ്യുന്നത്.
ശരിക്കും മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിലായിരിക്കും ഇത് കൂടുതൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം വെള്ളം ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ എല്ലാം നല്ല സ്പ്രെഡ് ചെയ്ത് ഒഴുകുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങി കുളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആൾക്കാരെ വരുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. കുട്ടികൾ ഉൾപ്പെടെ സൈഡിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. വലിയ അപകടമൊന്നുമല്ല ഈ സമയത്തൊന്നും. കുളി കഴിഞ്ഞിട്ട് വസ്ത്രം മാറണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് മുറികളുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ വർഷകാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ അട്ട കാണാൻ സാധ്യതയുണ്ട്. അട്ട മീൻസ് എന്താ, നമ്മൾ ഈ തോട്ടപ്പുഴു എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, നമ്മുടെ കാല കയറിയിരുന്ന് ചോര കുടിക്കുന്നത്. അത് മഴക്കാലത്ത് ഉണ്ടാകും, ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ലക്കം വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയാനായിട്ട്. വരിക, കാണുക, ആസ്വദിക്കുക. നമ്മൾ കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും അവിടെ ഇവിടെ ഒന്നും ഇടാതെ ഇതൊക്കെ നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സഞ്ചാരിയാവുക. കാഴ്ചകൾ കണ്ടു കാണുക, ആസ്വദിക്കുക, തിരിച്ചു പോവുക. അപ്പോൾ നമ്മൾ ലക്കം വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് മൂന്നാറിലേക്ക്. ഈ ലക്കം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർഷകാലത്ത് വന്നാലായിരിക്കും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, എങ്കിൽ പോലും കുറച്ച് ആൾക്കാർ വരുന്നത് കുളിക്കുന്നത്. നമുക്ക് കുളിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് കുളി വേണ്ടെന്ന് വെച്ചു. എനിക്കൊന്ന് വർഷകാലത്തിലെ വെള്ളം വരും. അവൻ എന്നെ ചവിട്ടിയല്ല, അങ്ങനെ ചവിട്ടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ വർഷകാലത്തിൽ ആയിരിക്കും കുറച്ചുകൂടെ ഭയങ്കര വെള്ളമായിരിക്കും അന്നേരം. പക്ഷേ ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരിക്കും. നമ്മൾ കണ്ട കല്ലിൻ്റെയൊക്കെ മുകളിൽ കൂടി എല്ലാം വെള്ളം ഒഴുകുന്ന ഒരു സംഭവമായിരിക്കും. അപ്പം ഇറങ്ങുന്ന റിസ്ക് ആയിരിക്കും. ഇപ്പം വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങാൻ കുളിക്കാൻ. പിള്ളേർ ഉൾപ്പെടെ അതിനകത്ത് കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു, കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. 50 രൂപയാണ് പാസ്. പിന്നെ 50 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കയറി പോകുന്ന വശങ്ങളൊക്കെ നന്നായിട്ട് ടൈലിട്ട് 2 സൈഡിലും ചെടികളൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞങ്ങൾ കയറി പോയ സമയത്ത് സോബി പറയുമായിരുന്നു, നമുക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടവും മറ്റേ തീക്കോയിലെ മാർമല അരുവിയൊക്കെ ഇവരുടെ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയായിരുന്നു എന്നുള്ളത്. ആരാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാൻ മറന്നുപോയി. നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള എന്തെങ്കിലും ഗ്രൂപ്പാണോ അതോ വനം വകുപ്പിൻ്റെയാണോ സാറേ? ഫോറസ്റ്റിൻ്റെ ആയിരുന്നു അല്ലേ? ഫോറസ്റ്റ് ഗാർഡുകളായിരുന്നു തോന്നുന്നു അവിടെ ടിക്കറ്റൊക്കെ തന്നെ. അപ്പോൾ ചിലപ്പോൾ ഫോറസ്റ്റിൻ്റെ ആയിരിക്കും. എന്തായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം. കൊള്ളാം. എന്നാലും ഒന്ന് അത്യാവശ്യം പോകുന്ന വഴി മറയൂരിൽ നിന്ന് തിരിച്ചു അല്ല മൂന്നാറിൽ നിന്ന് മറയൂർക്ക് പോകുമ്പോഴാണെങ്കിലോ തിരിച്ചു വരുമ്പോഴാണെങ്കിലോ ഒന്ന് കയറി കാണാനായിട്ട് ഒന്ന് കാണാനുള്ള സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാറിലേക്കുള്ള യാത്ര തുടരാം. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഇപ്പോൾ സമയം ഉച്ചയായി. അപ്പം നമ്മൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാർ ചെല്ലുക, ഭക്ഷണം കഴിക്കുക, നേരെ ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാർ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ തങ്ങുന്നില്ല. മൂന്നാറെത്തി ടൗണിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അത്യാവശ്യം 1-2 ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെറിയ ഷോപ്പിംഗ് പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗ്യാപ്പ് റോഡ് വഴി ദേവികുളം ആനയിറങ്കൽ വഴി നമ്മൾ പൂപ്പാറയിലേക്ക് പോവുകയാണ്. പൂപ്പാറയിൽ നിന്ന് അടിമാലി പോവാതെ തൊടുപുഴയ്ക്ക് പോകാൻ പറ്റിയൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വഴി കൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ പൂപ്പാറയിൽ ചെന്നതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നമ്മൾ കാറ്റാടിപ്പാടത്തിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണമെന്നുണ്ട്. ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോഴേ അങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മൾ ചെല്ലുന്ന കുറച്ച് നടന്നു പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സമയത്താണ് നമ്മൾ പൂപ്പാറയിൽ ചെല്ലുന്നത് എങ്കിൽ അങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ നമ്മൾ നേരെ അതുവഴി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഒരു യാത്രയാണ്. ആ റോഡ് അത്രയ്ക്കും അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഒരു പുതിയ റോഡിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രാ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.